يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في كبد. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ തിരിഞ്ഞ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഒരു ഇസ്ലാമിക കലണ്ടർ എന്ന ചർച്ചയുണ്ടായ സന്ദർഭത്തിൽ എന്തിനെ ആധാരമാക്കിയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കലണ്ടറിന് തുടക്കം കുറിക്കേണ്ടത് എന്ന ചർച്ചയുണ്ടായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമാണ് സ്വഹാബികൾക്ക് അഭിപ്രായങ്ങളാണ്. പലരും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ വഹി ഇറങ്ങാൻ തുടങ്ങിയത് വഹീന്റെ ആരംഭം വെച്ച് നമുക്കൊരു കലണ്ടർ തുടങ്ങാം എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തെ കണക്കാക്കിയിട്ട് കലണ്ടറാകാം, അല്ലാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ട ദിവസത്തെ അടിസ്ഥാനമാക്കി കലണ്ടറാകാം. ഈ അഭിപ്രായങ്ങളൊക്കെ കൂട്ടത്തിൽ ഹിജ്റയെ ആധാരമാക്കി അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ എന്ന അഭിപ്രായത്തിലാണ് മുൻഗണനയുണ്ടായത്, അംഗീകാരമുണ്ടായത്, അതാണ് തീരുമാനമായത്. അങ്ങനെയാണ് ഹിജ്രി കലണ്ടർ ഉണ്ടാകുന്നത്. നമ്മളൊരു മാസത്തിന്റെ ആരംഭത്തിലാണ് സാധാരണഗതിയിൽ നമ്മളൊരു വർഷം തുടങ്ങുകയും തീരുകയും അടുത്ത വർഷം തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്താറുണ്ട്. ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ പറയാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളും വലിയ പാഠങ്ങളും വലിയ സന്ദേശങ്ങളുമാണ് നമുക്ക് നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡ് മുതലുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് മാതൃകയാണ്. ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലായത് മുതലുള്ള ഓരോ സെക്കൻഡുകളും നമുക്ക് പാഠങ്ങളും സന്ദേശങ്ങളും മാതൃകകളും ജീവിതത്തിന് വലിയ വെളിച്ചം നൽകുന്നവയും സഹോദരനാണ്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹിജ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയെ വളരെ സ്നേഹിക്കുന്ന, മക്കയോട്, മക്ക എന്ന് പറയുന്ന നാടിനോട് മാനസികമായ വലിയ അടുപ്പം കാണിക്കുന്ന, വലിയ ഇഷ്ടമുള്ള അഹബ്ബു അർദില്ലാഹി അല്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള മണ്ണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച നാടാണ് മക്ക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മണ്ണാണ് മക്കയിലെ മണ്ണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നിർബന്ധപൂർവ്വം മക്കയിൽ നിന്ന് ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ല എന്നുവെങ്കിൽ, അല്ലാഹു റസൂലിന്റെ പ്രയോഗമാണ്, ജനങ്ങൾ നിർബന്ധപൂർവ്വം മക്കയിൽ നിന്ന് എന്നെ ആട്ടി പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മക്ക വിട്ടു പോകുമായിരുന്നില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്രകാരം മക്കയെ ഇഷ്ടപ്പെട്ടിട്ട് മക്കയിൽ നിന്ന് പറിച്ചു നടന്നതുപോലെയാണ് ഹിജ്റയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്. ഒരു വലിയ ത്യാഗവും ത്യജിക്കലും ഹിജ്റയുടെ ഭാഗമായി സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് കേവലമായി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് താമസം മാറുന്നത് പോലെയല്ലല്ലോ ഹിജ്റ എന്ന് പറയുന്നത്. എന്തെല്ലാം വേരുകളെ അറുത്തിട്ടാണ്
മുസ്ലിങ്ങൾ, വിശ്വാസികൾ, സ്വഹാബികൾ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുന്നത് ജീവിതത്തിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ വിട്ട് കുടുംബങ്ങളെയും തങ്ങളുടെ ബന്ധുക്കളെയും ഒക്കെ വിട്ട് ജനിച്ച നാട് വിട്ട് നമ്മളെ പറഞ്ഞ നാടിനോട്, അത് എത്ര ചെറിയ പ്രദേശമാണെങ്കിലും ഏത് ചെറിയ കുഗ്രാമമാണെങ്കിലും അവനവൻ ജനിച്ച നാടിനോടുണ്ടാകുന്ന ഒരു മനുഷ്യന്റെ ആത്മബന്ധമുണ്ട്. അത് അർത്ഥം കളഞ്ഞിട്ടാണ് ആളുകൾ മദീനത്തേക്ക് വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഹിജ്റ പോകുന്നതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹിജ്റയുടെ ഓരോ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ആസൂത്രണത്തിന്റെ ഒരു മികവ് ഹിജ്റയിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടുന്ന സമയം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ യാത്രയിൽ ആരാണ് കൂടെ ഉണ്ടാകേണ്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്, ആദ്യത്തെ രാത്രിയിൽ എന്ത് ചെയ്യണം, രണ്ടാമത്തെ രാത്രിയിൽ എന്ത് ചെയ്യണം എന്ന് തുടങ്ങി സകലമായ കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ, ഒരു പ്രൊജക്റ്റിന് നമ്മൾ തീരുമാനം എടുക്കുമ്പോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുമ്പോ അതിന്റെ എന്തെല്ലാം വശങ്ങൾ വിശദമായ ചർച്ചയും ആലോചനയും ഉണ്ടാകണം എന്നതിന്റെ വളരെ കൃത്യമായ തെളിവാണ് ഹിജ്റ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലാണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മൾ നടത്തുന്ന പദ്ധതികളിലാണെങ്കിലും ഒക്കെ വളരെ മൈന്യൂട്ടായ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ ആസൂത്രണങ്ങൾ ഉണ്ടാകണം, വളരെ കൃത്യമായ ധാരണകൾ ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ചരിത്ര ഘട്ടമാണ് ഹിജ്റ എന്ന് പറയുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി പറയുന്നുണ്ട്, സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് എന്റെ ഉപ്പയുടെ കരച്ചിലാണ്. ആയിഷ ബീവി പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിവരം അറിയിച്ചപ്പോൾ, ഹിജ്റയിൽ എന്നോടൊപ്പം താങ്കളെ കൂടി വരാൻ അല്ലാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത്. ആ കരയുന്നതിനെ പറ്റി പറഞ്ഞിട്ടാണ് ആയിഷ ബീവി പറയുന്നത്, സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് എന്റെ ഉപ്പ കരയുന്നതാണ്. ഹിജ്റയ്ക്ക് അനുവാദം കിട്ടിയപ്പോ റസൂലിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകാൻ അനുവാദം അല്ലാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് പുറപ്പെടുന്നു എന്ന സന്തോഷത്തിന്റെ പ്രകടനമാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിർവഹിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന യാത്ര, അസ്മാ റളിയല്ലാഹു അൻഹ സൗർ ഗുഹയിൽ തങ്ങിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഹിജ്റയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലുടനീളം അല്ലാഹുവിന്റെ പ്രവാചകന്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഈ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ ആലോചിക്കുന്നത്, നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ് റസൂൽ ഇറങ്ങി പുറപ്പെടുന്നത്. ഹിജ്റ പോകുന്നത് അല്ലാഹു കൽപ്പിച്ചിട്ടും അല്ലാഹുവിന്റെ ആവശ്യപ്രകാരവും ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നത്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നത്. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലാണ് ആ യാത്ര ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു എളുപ്പമുള്ള യാത്രയായി, ഒരു പ്രയാസമില്ലാതെ ഒരു എളുപ്പമുള്ള യാത്രയായി മദീനയിലേക്ക് എത്തുന്ന വിധം അല്ലാഹുവിന്റെ സഹായം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ അവിടെയാണ് പരിശുദ്ധ ഖുർആനിൽ 90-ാമത്തെ സൂറത്ത് ബലദിലെ 4-ാമത്തെ ആയത്താണ് മനുഷ്യനെ അല്ലാഹു പടച്ചിട്ടുള്ളത് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുക എന്നൊരു പരുവത്തിലാണ്. എല്ലാം സുഗമമായി, സുഖസുന്ദരമായി, എല്ലാം എളുപ്പമായി, ഒരു പ്രയാസമില്ലാതെ നേടിയെടുക്കാവുന്ന വിധം അല്ലാഹു ദുനിയാവിൽ ഒരു കാര്യവും സംവിധാനിച്ചിട്ടില്ല. നമ്മൾ ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുക, എന്റെ വീടിന്റെ മുന്നിലുള്ള മണൽത്തരികളൊക്കെ സ്വർണമായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ച് കണ്ണടച്ചു നിന്ന് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കണ്ണ് തുറക്കുമ്പോ മണൽത്തരികളൊക്കെ സ്വർണമായി മാറുന്ന ഒരു അത്ഭുതം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്തെങ്കിലും നേട്ടം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ, ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ അത്
വ്യക്തിക്കാണെങ്കിലും സംഘടനകളാണെങ്കിലും മഹലിനാണെങ്കിലും ഒരു പ്രദേശത്തിനാണെങ്കിലും ഒരു സമൂഹത്തിനാണെങ്കിലും ഒരു സമുദായത്തിനാണെങ്കിലും ഒരു കുടുംബത്തിനാണെങ്കിലും എന്തെങ്കിലും വളർച്ച ഉണ്ടാകണമെങ്കിൽ ഒരു പടി ഉയരെത്തണമെങ്കിൽ ഒന്നുകൂടെ വളരെ വികസിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറാകണം, പ്രയാസപ്പെടാൻ തയ്യാറാകണം. ആർക്കെങ്കിലും ജീവിതത്തിൽ അല്ലാഹു എളുപ്പം മാത്രം നൽകുമെങ്കിൽ അതിന് അർഹതപ്പെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഖം മാത്രം നൽകി ഭൂമിയിൽ ജീവിക്കാൻ റബ്ബ് ഒരാളെ അനുവദിക്കുകയാണെങ്കിൽ അതിന് അർഹതപ്പെട്ടയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വലിയ ത്യാഗവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലം മുഴുവൻ ഹിജ്റയിലാണെങ്കിൽ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നത് അല്ലാഹുവിന്റെ റസൂൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്നുള്ള പലരെയും നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ഹിജ്റകൾ വലിയ ത്യാഗം അനുഭവിച്ച് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് സ്വഹാബത്തിന്റെ ഒക്കെ ഹിജ്റയുണ്ടായത്. സഹോദരങ്ങളെ, ദീനിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് എനിക്കുണ്ടായ നഷ്ടം എന്താണ്? നമ്മൾ ഇരിക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കണം, ഞാൻ ചിന്തിക്കണം, ഞാൻ ആലോചിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദീനനുസരിച്ച് ജീവിക്കാൻ എനിക്കുണ്ടായ നഷ്ടം എന്താണ്? ഞാൻ എന്താണ് മാറ്റിവെച്ചത്? ഞാൻ എന്താണ് വേണ്ടെന്ന് വെച്ചത്? ഞാൻ എന്താണ് എന്തൊക്കെ ഗുണമുണ്ടായാലും എനിക്ക് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം, ഞാൻ അതെടുക്കുന്നില്ല, എനിക്കത് വേണ്ട. ഏത് കാര്യത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടായത്? നിർബന്ധമായും സ്വഹാബികളുടെ ഹിജ്റയുടെ ചരിത്രം നമ്മൾ വായിക്കണം. ആ കൂട്ടത്തിൽ സുഹൈബ് എന്ന് പറയുന്ന സുഹൈബ് എന്ന് പറയുന്ന ഒരു അത്ഭുത മനുഷ്യനുണ്ട്. ഹിജ്റ പോയ സ്വഹാബികളുടെ കൂട്ടത്തിൽ സുഹൈബ് അർ-റൂമി എന്നാണ് സുഹൈബ് റളിയല്ലാഹുവിന്റെ പേര്. അർ-റൂമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാടാണ്. റോമക്കാരനാണ് സുഹൈബ് അർ-റൂമി. റോമിൽ നിന്ന് വന്ന് മക്കത്ത് വന്ന് താമസമാക്കിയ സുഹൈബ് റളിയല്ലാഹു അൻഹു. സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ വേണ്ട തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം രാത്രി സമയം ആരും അറിയാതെ വളരെ സ്വകാര്യമായി മക്ക മുഴുവൻ ശാന്തമായി കിടന്നുറങ്ങി എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. സുഹൈബ് റളിയല്ലാഹു അൻഹു കുറച്ച് വഴി ദൂരം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു സംഘം ആളുകൾ എത്തുന്നു. വഴിയിൽ അദ്ദേഹത്തെ തടുക്കുന്നു. അദ്ദേഹം ഒരു ഉയരമുള്ള കല്ലിന്റെ മുകളിൽ കയറുന്നുണ്ട്. തന്നെ തടഞ്ഞ ആളുകളോട് പറഞ്ഞു, ഞാൻ സുഹൈബാണ്, നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ രാത്രി ഹിജ്റ പോകുന്നത് മദീനത്തേക്ക്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മദീനയിലേക്ക് പോയി കഴിഞ്ഞു. അവരോടൊപ്പം ചേരാൻ ഞാൻ രാത്രിയിൽ പോകുന്നത് നിങ്ങളെ ആരെങ്കിലും ഭയപ്പെട്ടിട്ടാണ് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. എനിക്ക് മക്കയോട് ഒരു കടപ്പാടുണ്ട്, എനിക്ക് മക്കളുടെ മണ്ണിനോട് ഒരു കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിലെ ഒരാളെയും വേദനിപ്പിക്കാതെ വേണം മദീനയിൽ പോകാൻ എന്നത് എന്റെ തീരുമാനമാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതാണ്. മക്കയിലെ ഒരാളെ പോലും, ശത്രുവിനെ പോലും, എന്റെ ശത്രുവാണെങ്കിലും അവരെ പോലും വേദനിപ്പിക്കാതെ മക്ക വിട്ട് മദീനത്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. അതിന് നിങ്ങൾ എന്നെ അനുവദിക്കണം. അതല്ല തടയാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ എനിക്ക് ആയുധം പ്രയോഗിക്കേണ്ടി വരും. എന്റെ കയ്യിൽ അമ്പുണ്ട്. സുഹൈബ് വിദഗ്ധനായ ഒരു അമ്പെയ്ത്തുകാരനാണ് എന്നറിയാത്തവരല്ല നിങ്ങൾ ഈ നിൽക്കുന്ന ആളുകൾ. എനിക്ക് ആയുധം പ്രയോഗിക്കേണ്ടി വരും എന്ന് പറയാം. സുഹൈബ് റളിയല്ലാഹുവിന്റെ ചരിത്രം എന്ന് പറയുന്നത് മക്കയിൽ അദ്ദേഹം വരുമ്പോ ഇസ്ലാമിന്റെ ആരംഭകാലമാണ്. അദ്ദേഹം മക്കയിൽ വന്നിട്ട് വെറും കൈയോടുകൂടെ നിർധനനായി ദരിദ്രനായി പാവപ്പെട്ടവനായി മക്കയിൽ വന്ന് അദ്ദേഹം മക്കയിൽ വെച്ചാണ് കച്ചവടം തുടങ്ങുന്നത്. ചെറിയ കച്ചവടങ്ങൾ തുടങ്ങി അദ്ദേഹം പിന്നീട് വലിയ സമ്പന്നനായി മാറുകയാണ് മക്കയിൽ വെച്ച്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമാന്തരമായി മറ്റൊരു വളർച്ച കൂടി ഉണ്ടായി. ഒരു ഭാഗത്ത് അദ്ദേഹം മെല്ലെ മെല്ലെ കച്ചവടം ചെയ്ത് ഒരു വലിയ അറിയപ്പെട്ട ധനികനായി മാറിയതിലൂടെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് വിശ്വാസികളോടൊപ്പം വളർന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയായി മാറുന്ന ചരിത്രവും സുഹൈബ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിലുണ്ട്. സമാന്തരമായ രണ്ട് വളർച്ചകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒന്ന്, അദ്ദേഹം സമ്പന്നനായി മാറുന്നു. രണ്ടാമത്തത്, അദ്ദേഹം ഒരു തികഞ്ഞ ഗുണമുക്ത സത്യവിശ്വാസിയായി മാറുന്നതും സുഹൈബ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്.
പക്ഷേ സുഹൈബ് റളിയല്ലാഹു അൻഹു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മദീനത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും ഹിജ്റ പോയ കൂട്ടത്തിൽ മക്കയെയും കച്ചവടത്തെയും തന്റെ സ്ഥാപനങ്ങളെയും സാധ്യതകളെയും ഒക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ മദീനയിൽ പോകുന്നത് മക്ക എനിക്ക് അനുഗ്രഹം തന്ന മക്ക, എന്നെ ഞാനാക്കിയ മക്ക, എനിക്ക് സമ്പത്ത് തന്ന, സൗകര്യങ്ങൾ തന്ന, എന്റെ കച്ചവടത്തെ മെല്ലെ മെല്ലെ വളർത്തി തന്ന മക്ക, വിദേശത്ത് നിന്ന് വന്നിട്ട് എന്നെ ഇവിടെ സ്വീകരിച്ച മക്ക, ഈ മക്കയിൽ ഒരു ചെറിയ ചെടിയെ പോലും വേദനിപ്പിക്കാതെ മദീനത്തേക്ക് വിട്ടുപോകണമെന്ന സുഹൈബ് റളിയല്ലാഹു അൻഹു തീരുമാനം. പക്ഷേ ശത്രുക്കൾ പറഞ്ഞു സുഹൈബ് താങ്കൾക്ക് പോകാം, താങ്കൾക്ക് പോകാം. പക്ഷേ താങ്കൾ പോകുന്നതിന് മുമ്പ് വെറും കൈയോടുകൂടെയാണ് താങ്കൾ വന്നത്, തിരിച്ചു പോകുന്നതും അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ സമ്പാദിച്ചുവോ സമ്പാദ്യങ്ങൾ മക്കൾക്ക് വിട്ടിട്ട് വേണം സുഹൈബ് താങ്കൾ പോകാൻ, സമ്പാദ്യങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനുമാണ് ആവശ്യപ്പെടുന്നത്. മക്കളും കുടുംബങ്ങളും ബന്ധുക്കളും എല്ലാം ആവശ്യപ്പെടുന്നത് ശത്രുക്കളാണ്. സമ്പത്ത് മുഴുവൻ തന്നാൽ താങ്കളെ പറഞ്ഞയക്കാം എന്ന് അനുവദിക്കുന്നത്. സുഹൈബ് റളിയല്ലാഹു അൻഹു നിരായുധരായി തന്റെ ശത്രുക്കളോട് വേണമെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ നടത്തി അവരെ പരാജയപ്പെടുത്തി തന്റെ സമ്പത്തുമായി അവിടെ കൊണ്ടുപോകാം. പക്ഷെ സുഹൈബ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നത് സമ്പത്ത് മുഴുവൻ അവർക്ക് നൽകിയിട്ട് തന്റെ മക്കയിൽ വന്നുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ശത്രുവിന്റെ കൈകളിൽ ഏൽപ്പിച്ച് മക്ക വിട്ടുപോകാനുള്ള തീരുമാനമാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചതായി ഹിജ്റയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത്, നമ്മളെപ്പോഴും സത്യവിശ്വാസികൾ മുസ്ലിങ്ങൾ ഓരോ ആണും പെണ്ണും അവനവനോട് നിരന്തരമായി ചോദിക്കേണ്ടെന്ന ചോദ്യം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദീനനുസരിച്ച് ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ എനിക്കുണ്ടായ നഷ്ടം എന്താണ്? ദീനനുസരിക്കണം എന്ന തീരുമാനം വരുമ്പോ ചില നഷ്ടങ്ങൾ സംഭവിക്കും. സാമ്പത്തിക രംഗത്ത് നഷ്ടങ്ങൾ സംഭവിക്കും. ജീവിതവുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ വില കൊടുക്കേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. ദീന് വേണോ, സമ്പത്ത് വേണോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. കല്യാണ പ്രായത്തിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ദീന് വേണോ, സ്ത്രീധനം വേണോ എന്ന ചോദ്യം വരും. നമ്മൾ ഉത്തരം പറയേണ്ടി വരും. കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ കല്യാണം, എന്റെ മകളുടെ കല്യാണം, എന്റെ കുടുംബത്തിലെ കല്യാണം ദീനനുസരിച്ച് വേണോ, നാട്ടുനടപ്പനുസരിച്ച് വേണോ എന്ന ചോദ്യം വരും. നമുക്ക് തീരുമാനം എടുക്കേണ്ടി വരും. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്നിടത്ത് നാട്ടിലെല്ലാവരും ചെയ്യുന്നത് പോലെ പലിശയോട് കൂട്ടിക്കെട്ടി ഒരു കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകണോ, അതല്ല ദീനനുസരിച്ച് ഉള്ളത് കൊണ്ട് അടങ്ങി ഒതുങ്ങി കച്ചവടം ചെയ്യണോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. ഒരു തെരഞ്ഞെടുപ്പ് എല്ലാവരെയും പോലെ സ്വതന്ത്രരായിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ജീവിതത്തിൽ എന്തുണ്ടാകണമെങ്കിലും കഷ്ടപ്പാട്, ബുദ്ധിമുട്ടും ത്യാഗം അനുഭവിച്ചാലേ അത് ദീനുണ്ടാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പണം ഉണ്ടാകണമെങ്കിൽ രാവും പകലും കഷ്ടപ്പെടണം. നമ്മൾ പറയൂല പൈസ ഉണ്ടാകണമെങ്കിൽ രാവും പകലും അധ്വാനിക്കണം. നമ്മളെക്കാൾ എന്ത് വിഭവങ്ങളും കൂടുതലുള്ള ആരെ നമ്മൾ കാണുന്നുവോ അയാൾക്ക് അതിന്റെ പിന്നിൽ ഒരു അധ്വാനത്തിന്റെ ചരിത്രം ഉണ്ടാവും. അയാൾക്ക് അതിന്റെ പിന്നിൽ ഒരു കഷ്ടപ്പാടിന്റെ, ഒരു ത്യാഗത്തിന്റെ ചരിത്രം ഉണ്ടാവും. നമ്മളെക്കാൾ അറിവുള്ളവർ അയാൾ അധ്വാനിച്ചിട്ടുണ്ടാവും. നമ്മളെക്കാൾ പണമുള്ളവർ അയാൾ അധ്വാനിച്ചിട്ടുണ്ടാവും. നമ്മളെക്കാൾ പേരും പ്രശസ്തിയുള്ളവർ അവർ അതിന്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ടാവും. ക്ലേശം അനുഭവിച്ചാൽ കിട്ടുക എന്ന രീതിയിലാണ് അല്ലാഹു എല്ലാം പടച്ചിട്ടുള്ളത്. ഈ ലോകത്ത് എല്ലാം സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെ എല്ലാം സമ്പാദിച്ചു കൂട്ടുന്നതിന്റെ കൂടെ ഏറ്റവും വലിയ സമ്പാദ്യമായി നമുക്ക് ദീനുണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം, തഖ്വ ഉണ്ടാകണം, പരിശുദ്ധ ഖുർആനിലുള്ള അറിവുണ്ടാകണം, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ത്യാഗം അനുഭവിക്കണം, അതിനുവേണ്ടി ക്ലേശം അനുഭവിക്കണം, അതിനുവേണ്ടി ബുദ്ധിമുട്ടാനും ക്ലേശം അനുഭവിക്കാനും ത്യാഗം അനുഭവിക്കാനും ദീൻ കൂടുതലായി
ദീനിനോട് കൂടുതലായി അടുക്കാനും ദീനിനെ മുറുകെ പിടിക്കാനും അതിന് പ്രയാസപ്പെടേണ്ടി വന്നാൽ ആ പ്രയാസങ്ങൾ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നാം നേടിയെടുക്കണം. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന, അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ കുടുംബസമേതം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ശക്തിയായി വസിയത്ത് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് പറയുന്നതിന് മുൻപായി ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് എന്ന 3 വചനങ്ങൾ പറഞ്ഞിട്ടാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് പറയുന്നത്. അല്ലാഹു ആദ്യം സത്യം ചെയ്യുന്നത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, തീർച്ചയായും ഈ രാജ്യത്തെ കൊണ്ട്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. താങ്കളാണെങ്കിൽ ഈ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് മക്കയെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്യുന്നത്. മക്ക തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ക്ലേശം അനുഭവിക്കേണ്ടുന്ന പരുവത്തിലാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ മക്ക സാക്ഷിയാണ്. മക്ക അതിന് തെളിവാണ്. മക്കയുടെ ചരിത്രം അതിന് തെളിവാണ്. മനുഷ്യന്റെ ത്യാഗത്തിനും കഷ്ടപ്പാടിനുമുള്ള തെളിവാണ്. പ്രയാസത്തിനും ബുദ്ധിമുട്ടിനുമുള്ള തെളിവാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാമയും ഹാജറയും മനുഷ്യന്റെ കഷ്ടപ്പാടിനും വേദനക്കും സങ്കടങ്ങളിലും ഒക്കെയുള്ള തെളിവാണ്. അവരെല്ലാം അനുഭവിച്ച പ്രയാസങ്ങളുടെ ചരിത്രം പറയാനുള്ള മണ്ണാണ് മക്ക എന്ന് പറയുന്നത്. മക്ക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയാനുള്ള മണ്ണാണ് മക്ക. ഖബാബിനെ കുറിച്ചും ഹുബൈബിനെ കുറിച്ചും ചരിത്രം പറയാനുള്ള മണ്ണാണ് മക്ക. സുമയ്യ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വാചാലമായി വർത്തമാനം പറയാൻ കഴിയുന്ന മണ്ണാണ് മക്ക എന്ന് പറയുന്നത്. ഹംസ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കാൻ കരുത്തുള്ള മണ്ണാണ് മക്ക എന്ന് പറയുന്നത്. സ്വഹാബികളിൽ ഓരോരുത്തരുടെയും ധന്യമായ, അത്ഭുതകരമായ, യാഗോജ്വലമായ ജീവിതത്തെ കുറിച്ച് പറയാനും പഠിപ്പിക്കാനും കേൾപ്പുള്ള നാടാണ് മക്ക എന്ന് പറയുന്നത്. ആ മക്ക തന്നെയാണ് സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ക്ലേശവും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുക എന്ന പരുവത്തിലാണ്, ആ പ്രകൃതം നൽകിയിട്ടാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദീനിന്റെ മാർഗത്തിലായിട്ട് പോലും യാത്ര സുഗമമല്ലാതെ പോയത്. ബദർ ഉണ്ടാകുന്നത്, ഉഹദ് ഉണ്ടാകുന്നത്, ഖൈബർ ഉണ്ടാകുന്നത്, ഖന്തഖ് ഉണ്ടാകുന്നത്, ഹിജ്റ ഉണ്ടാകുന്നതൊക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സുഖത്തെ മാത്രം പ്രതീക്ഷിക്കരുത്, സന്തോഷങ്ങളെ മാത്രം പ്രതീക്ഷിക്കരുത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നൊരു ബോധം വ്യക്തി ജീവിതത്തെ കുറിച്ചും കുടുംബ ജീവിതത്തെ കുറിച്ചും ഒക്കെ നമുക്ക് എന്താണ് പ്രയാസം അനുഭവിക്കുക എന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ തരണം ചെയ്യണം, അതിനെ അതിജീവിക്കണം. അതേപോലെ പ്രധാനമാണ് ദീൻ നിങ്ങൾക്ക് കിട്ടാൻ, വിശ്വാസം നിങ്ങൾക്ക് കിട്ടാൻ, ശരിയായ ഈമാൻ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ അതിനുവേണ്ടി ക്ലേശം അനുഭവിക്കണം, ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. നമ്മൾ പറയുന്നത് പോലെ, പഠിച്ചിട്ടുള്ളത് പോലെ മൂസാ അലൈഹിസ്സലാമയുടെ ചരിത്രം കൂടി ബന്ധപ്പെട്ടതാണ് മുഹറം മാസം എന്ന് പറയുന്നത്. മുഹറം 10-ന് നമ്മൾ നോമ്പെടുക്കപ്പെടുന്നത്. ഇന്ന് 9-ഉം നാളെ 10-ഉമാണ് നമുക്ക് ഈ വർഷം. ഈ 10-ന് നമ്മൾ നോമ്പെടുക്കുന്നത് തീർച്ചയായും സഹോദരങ്ങളെ, സഹോദരന്മാരെ, മൂസാ അലൈഹിസ്സലാമയുടെ ത്യാഗത്തെ, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനെ, അദ്ദേഹത്തിന്റെ വേദനയെ ഓർത്തുകൊണ്ട് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ സ്മരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയത്, മൂസാ അലൈഹിസ്സലാമയെ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്തിയത് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിച്ചത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആശുറ നോമ്പ്, മുഹറം 10-ന്റെ നോമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. 9-ന് നോമ്പ് റസൂൽ ആവശ്യപ്പെട്ടത് ജൂത സമൂഹത്തോട് വിരുദ്ധമാകാനാണ് റസൂൽ 9 സുന്നത്താക്കിയത്. 10 ആണ്
ആശുറാ നോമ്പ് എന്ന് പറയുന്നത്. മുഹറം 10 നോമ്പ് വളരെ പ്രബലമായ സുന്നത്ത് നോമ്പാണ്. നാളെയാണ് 10. ആ നോമ്പിന്റെ കാലത്ത് ഒരു വീഴ്ചയും വരുത്താതെ നമ്മുടെ മഹലിലുള്ള മുഴുവൻ ആളുകൾക്ക് നോമ്പുണ്ടാകുന്ന വിധമുള്ള ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും നോമ്പിന്റെ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് വളരെ വിനീതമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ പ്രാധാന്യത്തോടുകൂടെയാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് വിശ്വാസികളും സ്വഹാബത്തും ഒരു നിർബന്ധ നോമ്പ് പോലെ അനുഷ്ഠിച്ചു വന്ന ഒന്നാണ് മുഹറം നോമ്പ് എന്ന് പറയുന്നത്. ആ പ്രാധാന്യം ഗൗരവം നാളത്തെ നോമ്പിന്, മുഹറം 10 നോമ്പിന് കാണണം എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്തിൽ നമ്മൾ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാൻ, ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് നമ്മുടെ മുന്നിൽ നടന്ന നമ്മുടെ പിതാക്കൾ ഉൾപ്പെടെ, നമ്മുടെ മാതാക്കൾ ഉൾപ്പെടെ, നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള നമുക്ക് വഴിയും വെളിച്ചവും കാണിച്ചു തന്ന നമ്മുടെ മുൻഗാമികൾ അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ നമ്മുടെ പിതാക്കളെയും പൂർവ്വപിതാക്കളെയും പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ, സഹോദരന്മാർ, സഹോദരികൾ, രോഗികൾക്ക് അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്നവർ അള്ളാഹു അവരുടെ ജീവിതം എളുപ്പമാക്കുകയും സൗഖ്യവും ശിഫയും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമുക്കൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ അറിഞ്ഞു അറിയാതെ വന്നുപോയ അബദ്ധങ്ങളും തെറ്റുകളും തിന്മകളും അള്ളാഹു നമുക്ക് മാപ്പാക്കി പുറത്ത് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. കൂടുതൽ ഈമാനോടെ, കൂടുതൽ തഖ്വയോടെ, അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും പാലിച്ചും ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്ന, ശ്രദ്ധിക്കുന്ന, സൂക്ഷിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളർന്നു വലുതാകുന്ന നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ, വളർത്തിക്കൊണ്ടുവരാൻ സ്വാലിഹീങ്ങളായ മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റി തീർക്കുവാൻ, പരലോകത്ത് നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم في المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.